ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് പോലും അറിയത്തില്ല, എൻ്റെ കൺട്രോൾ അങ്ങോട്ട് തെറ്റിപ്പോണം. എന്തെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഒരു നല്ല ദിവസമാണ്, നാളെ നല്ലൊരു ദിവസമാണ്. എന്തെന്ന് വെച്ചാൽ നാളെ ഉമ്മച്ചിയുടെ ജിമ്മിൽ ഓണം സെലിബ്രേഷനാണ്. ഇപ്പോൾ സ്കൂളിൽ ഫുൾ അവധിയാണ് അല്ലേ? നമുക്ക് മറ്റന്നാൾ തുറക്കും. ഞാൻ ഇടാൻ പോണത് പട്ടുപാവാട എടുപ്പം. നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി ഒരു വെള്ള സാരി എന്നെ തേച്ചെടുക്കാനൊക്കെ പോയായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തി ഒരു പട്ടുപാവാടയും ഉടുപ്പുമാണ്. നാളെ നമ്മൾ ഫുള്ളങ്ങോട്ട് കാണിച്ചു തരാവേ. ഓക്കെ. പിന്നെ വെക്കേഷന് നമ്മളൊരു പൊളിയങ്ങ് പൊളിച്ച്. പിന്നെ വെന്നാറങ്ങോട്ട് നമ്മൾ ഉമ്മച്ചിയുടെ ഇത്തയുടെ വീട്ടിലായിരുന്നേ. നമ്മൾ ഓട്ടോ പാർക്കിൽ പോയി തിരിച്ച് മെയിൻ റോഡ് വരുമായിരുന്നേ. വന്നപ്പോൾ ഓണം സെലിബ്രേഷൻ നമ്മൾ കയറില്ല. നിങ്ങൾക്ക് നല്ല രസമായിരുന്നു കേട്ടോ. ഓട്ടോ പാർക്ക് സീനാണ് കേട്ടോ. അത് വീഡിയോ എടുത്തില്ല, ഇനി പോകുമ്പോൾ നല്ല എടുക്കാൻ നോക്കാവേ. ഓക്കെ, ഇനി നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിതാ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം, ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. എൻ്റെ അനിയത്തിയും ഇട്ടിട്ടുണ്ട്. വെളിയിൽ ചെന്നിട്ട് ഗൈസ്, ഇതാണ് എൻ്റെ അനിയത്തി. ഗൈസ്, ഇതാണ് ഞാൻ ചെയ്ത ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഉമ്മച്ചി. പക്ഷേ ഉമ്മച്ചിക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയില്ല, സോറി. ഇതാണ് നമ്മളെ ഫാമിലി. ഓക്കെ. ഹലോ ഗൈസ്, അപ്പം ഞാൻ എന്താ വീട്ടിൽ വന്ന് ഇനി ഡ്രസ്സ് മാറണം. ഡ്രസ്സ് മാറിയിട്ട് മേക്കപ്പൊക്കെ കളയാണ്. മേക്കപ്പ് കളയുമ്പോൾ എന്താ എൻ്റെ കരിയെല്ലാം അങ്ങോട്ട് പോകും. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് മേക്കപ്പ് കളയുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഞാൻ എന്താ ഒന്നിറങ്ങാൻ പോയതാണ്. എണീച്ച് ഇനി ഞാൻ ചെയ്യാൻ കേട്ടോ. ഇതാ ഞാൻ ഇവിടെ ഫോൺ വയ്ക്കട്ടെ കേട്ടോ. ഗായ്സ്, ഞാൻ ആദ്യം മുഖം കഴിയും. ഞാൻ വാഷ് ബേസിൻ്റെ അവിടെയാണ് വിളിക്കുന്നത്. മാത്രമേ പോകാൻ പറ്റൂല. എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ എനിക്കൊരു അറിയത്തില്ല. ഇഷ്ടയ്ക്ക് പോകണില്ലെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കരി മുകളിലിട്ട് അകത്തിട്ട് വെളിയിൽ വരച്ചതാരാ? ഗൈസ്, ഞാൻ ആദ്യം ഇടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഹിമാലയ സയൻസ് 1930 പ്യൂരിഫിക്കേഷൻ നീം ഫേസ് വാഷ് പ്രിവെൻറ്റ്സ് പിമ്പിൾസ്. ഹിമാലയ അലോവേറയാണ്, പക്ഷേ ഹിമാലയ എന്ന് പെടുന്നു. ഇട്ടാലോ? ഇതിലെടുക്കാം. 15 രൂപയാണ്. തീരെല്ലാം വേണ്ട. ഇത്തിരി ഇവിടെ ആക്കണം. എനിക്ക് ഇവിടെ ആക്കിയാലേ തോന്നുന്നു. നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കാം. എനിക്ക് അറിയത്തില്ല. ബാങ്ക് വിളിക്കും. നിങ്ങൾക്ക് ഏതാണ് മുഖത്തിടെ ഇഷ്ടമെന്ന് കമൻറ്റിൽ കൂടെ പറയണേ. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ സൂപ്പറായിട്ട് എല്ലാ ചാനലും ചെയ്യും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്യാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല. പണ്ടുണ്ടല്ലേ ഗൈസ്, ഞാൻ ഇത് കഴിക്കന്നിട്ട് പറഞ്ഞാൽ ഞാൻ പോരെ. ഗൈസ്, പണ്ട്
ഫേസ് മാസ്ക് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ ഞാൻ രാവിലെ എണീച്ചിട്ട് രാവിലെ എണീച്ച് പിന്നെ അടുത്തോട്ടേക്ക് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റും. ഞാൻ രാവിലെ എണീച്ചിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് എന്തായാലും മുഖത്ത് സോപ്പ് ഞാൻ വിചാരിച്ച് ഫേസ് വാഷ് ഒക്കെ വെച്ചില്ലേ ഉണ്ടാക്കുന്ന മുഖത്തങ്ങിട്ട് വെച്ചാലൊന്ന് ഫേസ് മാസ്ക് വെച്ച് ഇങ്ങനെ പതപ്പിച്ചിട്ട് മുഖത്ത് ഫുള്ളും ആക്കിയിട്ട് പണ്ടത്തെ കാര്യം ഞാൻ വീട്ടിൽ ഉള്ളപ്പോൾ തന്നെ വെള്ളം ആ കണ്ണെല്ലാം പോകത്തില്ല കേട്ടോ. ചെയ്ത് ഞാൻ കുറേ നേരം എനിക്ക് സോപ്പ് പതയും കാണുന്നില്ല, സോപ്പും കാണുന്നില്ല, കരി കളയുന്ന കുടുകുടുകുടു കേൾക്കും. അതാണ് ഞാൻ എന്നും ചെയ്യും ഫേസ് മാസ്ക് എന്നും പറഞ്ഞ് സോപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ മോൻ കൈയോടെ നല്ലോണം കൈ നിങ്ങൾ ഏത് ഫേസ് വാഷാണ് ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഏത് ലിപ്സ്റ്റിക്കാണ് ഇടുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. തളർന്നു വന്നു. സദ്യയൊക്കെ ഉണ്ടായിരുന്നത് എന്തെന്ന് വെച്ചാൽ ചോറ് നമുക്കറിയാമല്ലോ, പറഞ്ഞുതരാം. സദ്യ പോയിരിക്കട്ടെ, ഞാൻ തുടയ്ക്കാൻ പോവുകയാണ് ഗൈസ്. ആദ്യം തന്നെ മുഖം അങ്ങോട്ട് തുടയ്ക്കും. എങ്ങനെ തുടയ്ക്കാൻ ഞാൻ തുടക്കില്ല, മേക്കപ്പ് ഇട്ടിട്ട് ഇറുക്കത്തിൽ വെച്ചൊന്നും തുടയ്ക്കത്തില്ലേ. ഇപ്പം വന്നിട്ടും കൂടി ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഡൈമാലേക്ക് ചെയ്താലോ വിചാരിച്ചു. വെറുതെ ഇരിക്കലുണ്ടല്ലോ ചെയ്യാതെ. ഗൈസ് ഞാൻ തുടച്ചു കളഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ് റെഡിയായോ? കാരണം മോളുണ്ടെന്ന് ഒരു ഡൗട്ടുണ്ട്. ഈ ചെയർ എടുത്തിടണം. പിന്നെ ഇത് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, ഞാൻ ബാത്റൂം ഗൈസ്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാൻ എന്താ ലൈറ്റ് ഓഫ് ആക്കിയാണ്. എൻ്റെ അനിയത്തിയും ഉമ്മായും ഭയങ്കര ഉറക്കമാണ് കേട്ടോ. ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഗൈസ് ഞാൻ ഇവിടെ വന്ന് നല്ലതുപോലെ ഇരുന്നു. ഉറങ്ങണോ വേണ്ടേ എന്നൊരു പേടി. എന്ന് വെച്ചാൽ രാത്രിനെ ഉറങ്ങൂല, നാളെ എണീക്കൂല, അങ്ങനത്തെ അവസ്ഥ ഉണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കിടന്ന് ഉറങ്ങാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഉറങ്ങത്തില്ല ഉച്ചയ്ക്ക്. പക്ഷെ ഉറക്കം വരും. ബിരിയാണി കഴിക്കുമ്പോൾ ഇങ്ങനെ ആടും, ഞാൻ ഉറങ്ങാം ആ സമയത്ത്. പക്ഷെ സത്യം ഇരിക്കുമ്പോൾ അങ്ങ് ഉറപ്പം. നമ്മൾ സാധാ ചോറിലായിരിക്കും ഗൈസ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ കാണിച്ചു തരാവേ ഗൈസ്. നമ്മൾ നബിദിനത്തിന് പോയിട്ട് വന്ന് മേടിച്ച ക്യാൻഡികളാണ്. കുറേ ഉണ്ട്, ബിസ്ക്കറ്റ് കുറേ ഉണ്ട്, കേക്ക് കുറേ ഉണ്ട്, ഫ്രൂട്ടി എനിക്ക് 5 കിട്ടി. നമ്മളെ നെയ്ബേഴ്സിന് ഒരു 6-7 കിട്ടി. ഓക്കെ, എനിക്ക് 6 കിട്ടിയത്. ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചു ഒരു പേപ്പറാണ് കഥ. പിന്നെ എനിക്ക് 7 കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ദാഹിച്ചിട്ടൊന്നും ഇരുന്നേ, ഞാൻ ഒന്നെടുത്ത് കുടിച്ചു. പിന്നെ ഇനി ക്യാൻഡി തിന്നാൻ പോവുകയാണ്. ക്യാൻഡി ചെയ്താൽ ഞങ്ങൾ തീയോടെ കാണും. ക്യാൻഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ഞാൻ സ്നാക്സ് എടുക്കും, ചിപ്സ് അല്ലെങ്കിൽ വേറെ വല്ലതും എടുക്കാം. ഓക്കെ, എനിക്ക് ഒത്തിരി നേരമായിട്ട് അങ്ങ് നിർത്തണം, വയ്യ കേട്ടോ. ഞാൻ നിർത്തും. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഫോൺ ചാർജ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ കാണുന്നത് തൂങ്ങി വലിക്കണം. ഓക്കെ, ടി വിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനാണ് കമൻറ്റ് ചെയ്യണേ. 3 കമൻറ്റ് ചെയ്യണം. ഏത് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. ഏത് ഫേസ് വാഷാണ് ഇഷ്ടപ്പെട്ട അത് കമൻറ്റ് ചെയ്യണം. ഏത് ക്യാരക്ടറിനാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. ഞാൻ പോയി എടുക്കട്ടെ അല്ലേ.
ഗൈസിന് വേറെ ഒന്നുമില്ല, തിന്നുന്നു, ടി വി കാണുന്നു. എനിക്കിഷ്ടപ്പെട്ട മീല ആൻഡ് അനസ് ഫാമിലി, പിന്നെ ശൈലിഷ്, പിന്നെ പ്രവീൺ പ്രണവ്, ഇവരെയൊക്കെയാണ് എനിക്കിഷ്ടം. ഓക്കെ ഗൈസ്, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം.